ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് വ്ലോഗ്. അപ്പം ഞാൻ അന്ന് ചെയ്തതിൻ്റെ ഇപ്പുറത്തെ പേജിൽ എൻ്റെ ഒരു സ്കെച്ചിൻ്റെ ഒരു ആർട്ട് ഞാൻ കാണിക്കാൻ പോവാണ് നിങ്ങളെ. നമ്മളിവിടെ വരയ്ക്കുന്നത് ബോ ആർട്ടാണ്. ബോ ആർട്ട് എല്ലാവരും സാധാരണ വരയ്ക്കുന്നത് വാട്ടർ കളറിലാണ്. പക്ഷെ ഞാനിവിടെ എൻ്റെ വാട്ടർ കളർ കാണാത്തതുകൊണ്ട് ഞാൻ ഫാബ്രിക് പെയിൻ്റ് ആണ് എടുത്തത്. ഇവിടെ ഞാനൊരു ഔട്ട്ലൈൻ എൻ്റെ ഒരു മനസ്സിലുള്ളതിൻ്റെ ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഇവിടെ ഒരു ഭാഗത്ത് കൊടുക്കുന്നത് റെഡ് കളറാണ്. നിങ്ങൾ ആരും ഈ ഫാബ്രിക് പെയിൻറ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വെള്ളം എടുത്ത് വെക്കരുത്. എനിക്ക് ഇതിനകത്തൊരു ആപത്ത് പറ്റിയിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ കണ്ടോ. അതിനുശേഷം ഒരു മഞ്ഞ കളറാണ് ഞാൻ കൊടുക്കുന്നത്, അടുത്ത ഭാഗത്താണ് കൊടുക്കുന്നത്. പേസ്റ്റൽ കളറാണെങ്കിൽ നല്ലതായിരുന്നു, എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. യെല്ലോ കളർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. പുറത്തു പോവാതെ വരയ്ക്കാൻ ശ്രദ്ധിക്കണേ. എനിക്ക് പുറത്ത് പോയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷേ അത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ അപ്പോൾ അടുത്ത കോളത്തിലാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ബ്ലൂ കളർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം തെറിച്ച് പെയിൻറ്റിങ്ങിൽ വീണത് കേട്ടോ. ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ വന്നില്ലായിരുന്നു. ചേച്ചിനോടും അമ്മേനോടും എല്ലാം ചോദിച്ചിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടത്. എന്താ ഐഡിയ എന്ന് വെച്ചാൽ ആ വെള്ള കളറ് ഞാൻ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള കോളങ്ങളിൽ ഞാൻ യെല്ലോ കളർ കൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് വേറെ കളർ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സൈഡിൽ ഞാൻ റെഡ് കളർ തന്നെ വീണ്ടും കൊടുത്തു. അത് കഴിഞ്ഞ് നീല കളർ വീണ്ടും കൊടുത്തു. ഇനി കാണാൻ പോകുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഐഡിയ. അത് കഴിഞ്ഞ് ചെറിയ ബ്രഷും കൊണ്ട് ഞാൻ ആ ഇലയൊക്കെ ഒന്ന് ബ്ലാക്ക് കളറും കൊടുത്ത് വിടുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ബോ ആർട്ട് റെഡി ആയിട്ട്. ഇത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ബൈ ബൈ.